എനിക്ക് ആരുടെയും ആശ്രയം വേണ്ട, ആരുടെയും സഹായവും വേണ്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ? ഞാൻ നിലമുഴുത് കൃഷി ഇറക്കി കൊയ്തെടുത്തില്ലായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ എന്ത് കഴിക്കുമായിരുന്നു എന്ന് അഹങ്കാരത്തോടെ പറയുന്ന ഒരു കർഷകനുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വാഹനം കേടായി. നന്നാക്കാനായി മെക്കാനിക്കിൻ്റെ അടുത്തെത്തിയപ്പോൾ മെക്കാനിക്ക് പറഞ്ഞു, നിങ്ങളുടെ പൊങ്ങച്ചം മതിയാക്കൂ, എങ്കിൽ മാത്രമേ ഞാൻ ഈ വാഹനം നന്നാക്കൂ. അപ്പോൾ കർഷകൻ പറഞ്ഞു, മെക്കാനിക്ക് ഒഴികെ ബാക്കി എല്ലാവരും കർഷകനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കീറിയ കുട നന്നാക്കാനായി ഒരു ദിവസം കർഷകൻ കുട നന്നാക്കുന്ന ആളിൻ്റെ അടുത്തെത്തി. അദ്ദേഹവും അഹങ്കാരം കുറയ്ക്കാൻ തന്നെ ആവശ്യപ്പെട്ടു. അപ്പോൾ കർഷകൻ പറഞ്ഞു, കുടക്കാരനും മെക്കാനിക്കും ഒഴികെ ബാക്കി എല്ലാവരും എന്നെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അങ്ങനെ പല ആവശ്യങ്ങൾക്കായി പലപ്പോഴും പലയിടങ്ങളിൽ പോയപ്പോഴും ആശാരിയുടെ അടുത്ത്, തയ്യൽക്കാരൻ്റെ അടുത്ത്, ഇറച്ചി വെട്ടുകാരൻ്റെ അടുത്ത് ഒക്കെ ചെല്ലുമ്പോഴും അവരൊക്കെ ആവശ്യപ്പെട്ടതും ഇത് തന്നെയായിരുന്നു. ഒടുവിൽ കർഷകൻ പറഞ്ഞു, എല്ലാവരും കർഷകരെയും ആശ്രയിക്കുന്നു, കർഷകർ എല്ലാവരെയും ആശ്രയിക്കുന്നു. പരിപൂർണതയിൽ ജീവിക്കുന്നവർ ആരും തന്നെ ഇല്ല. നമുക്ക് ചുറ്റും പലരും ഉള്ളതുകൊണ്ടാണ് ഓരോരുത്തരും അവരവരുടേതായ ഇടങ്ങളിൽ സ്വതന്ത്രമായി ജീവിക്കുന്നത്. ഒരു സൂപ്പർ താരവും സ്വന്തം കഴിവുകൊണ്ട് മാത്രം രൂപപ്പെടുന്നതല്ല. അവർക്ക് വേണ്ട ഇടമുണ്ടാക്കുന്നവരും വളരുവാനുള്ള വളം നൽകുന്നവരും വേണ്ടാത്തിടത്തേക്ക് വളരുന്ന ശിഖരങ്ങൾ വെട്ടിയൊതുക്കുന്നവരുമൊക്കെ ആ യാത്രയ്ക്കൊപ്പം ഉണ്ടാവും. അവരൊക്കെ പലപ്പോഴും വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടാവും. ആരെയും ആശ്രയിക്കാത്തവരാരുമില്ല. എല്ലാവരും എല്ലായ്പ്പോഴും ആരെങ്കിലുമൊക്കെ ആശ്രയിക്കുന്നുണ്ട്. ചവിട്ടി നിൽക്കുന്ന മണ്ണ് പോലും മറ്റാരിൽ നിന്നോ ലഭിച്ചതാണെന്ന് അറിയുമ്പോൾ പിന്നെ എന്തിൻ്റെ പേരിലാണ് അഹങ്കരിക്കുന്നത്? മറ്റു പലരുടെയും തുടർച്ചക്കാരനാണ് താനെന്നും തനിക്ക് ശേഷവും എല്ലാം ഭംഗിയായും പുതുമയോടും തുടരുമെന്നും മനസ്സിലാക്കിയാൽ തീരുന്നതേ ഉള്ളൂ സ്വയം അഹങ്കരിക്കൽ. ആരെയും ആശ്രയിക്കാത്ത ആരുമില്ല, അല്ലേ?